अपनी हाथ उड़ाकर यहोवा शालोम बोलकर हम उनको स्वागत करेंगे। प्रभु का दास हम आपको स्वागत करते हैं। हम आज का मीटिंग में आगे का समय पूरा हम आपको देते हैं। प्रभु आपको अभिषेक के साथ इस्तेमाल करने पाए। थैंक यू सर। Praise the Lord. Praise God. ധന്യനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും। हालेलुया। हमारे धन्य परमेश्वर प्रभु यीशु मसीह को पवित्र नाम में मैं सबको धन्यवाद और वंदन देता हूं। ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ഏവരോട് ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ നടുവിൽ ഷെയർ ചെയ്യുവാൻ കരഗതമായ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും। आज के ये शुभ दिन में आपके बीच में प्रभु पवित्र परमेश्वर की पवित्र कलाम को बांटने के लिए एक और अवसर मेरे जीवन में प्रभु ने दिया, उसके लिए मैं प्रभु को धन्यवाद करता हूँ। കർത്താവിന് വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ഷിബു ഷാമുവേൽ അവരുകളെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും തന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ അഭിഷിക്ത കർത്തൃദാസന്മാരെയും ഈ രാത്രി യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എല്ലാവർക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയും ചെയ്യും। आज रात को इस जूम मीटिंग के द्वारा मेरे साथ वचन सुनने वाला हर एक प्रभु का दास लोग जो रेनकोट कलसिया के साथ जुड़कर सेवा करते सभी को प्रभु यीशु मसीह की पवित्र नाम में वंदन देता हूँ। ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടി ആ ദേശത്ത് അതിശക്തമായി ദൈവം ഉപയോഗിക്കുവാൻ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട കർത്തൃദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും। जहां मैं सेवकाई करता हूँ उस सेवकाई की जगह से प्रभु यीशु मसीह को पाकर हालेलुया प्रभु की सेवा करने के लिए आप लोगों के बीच में आया प्रभु का दास के लिए मैं परमेश्वर को हृदय की गहराई से मैं वंदन देता हूँ। നിങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നത് കൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഇടവരുന്നത് കൊണ്ട് മഹത്വം കരയറ്റുകയാണ്। प्रभु की कार्य आप लोगों के बीच में हो रहा है, इसलिए परमेश्वर को महिमा मिल रहा है, इसलिए मैं प्रभु को धन्यवाद करता हूँ। യജമാനായ ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ രാത്രിയിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും ഇറങ്ങട്ടെ എന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു। പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവവചനം സ്വീകരിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ। तेजस्वी परमेश्वर की पवित्र वचन हालेलुया आप लोगों के सबको छू रहा है, बदल रहा है। आज रात को भी ऐसा ही प्रभु आपके साथ करने के लिए मैं प्रार्थना करता हूँ। അകത്തും പുറത്തും വലിയ പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു വല്ലാത്ത സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും എത്തി നിൽക്കുന്നത്। आज का इस समय को अगर देखेगा तो अंदर और बाहर एक जैसा बहुत बड़ा प्रतिकूल अवस्था को हम सामना कर रहा है। പതിനായിരക്കണക്കിന് ആളുകൾ പടവാളുകൾ ഉയർത്തിക്കൊണ്ട് സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യുക, കർത്തൃദാസന്മാരെ നശിപ്പിക്കുക, ദൈവസഭയെ മുടിക്കുക, ശത്രുവിന്റെ ശക്തിയോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നു। हजारों में से लोग जो प्रभु की पवित्र वचन को विरुद्ध अपने हथियारों को निकाल कर दिखाते हुए हालेलुया डराते हुए प्रभु के सेवकों को नुकसान पहुंचाते हुए कलीसिया को सभा को बहुत बड़ा हालेलुया डर पैदा करते हुए ये देश पे अभी आगे पीछे चल रहा है, ये हम अपनी आंखों से देख रहा है। എങ്കിലും ദൈവം തന്റെ അഭിഷിക്തന്മാരെ തന്റെ ജനത്തെ കാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു। उसके बीच प्रभु अपनी अभिषिक्त लोगों को पालन कर रहा है, उनको सुरक्षित रख रहा है, इसलिए मैं परमेश्वर को हाथ उड़ाकर धन्यवाद करता हूँ। കാലം ഏത് വിധത്തിലൂടെ മുമ്പോട്ട് പോയാലും കാലചക്രങ്ങൾ എങ്ങനെ ഓടിയാലും എന്തെല്ലാം ലോകത്തിൽ സംഭവിച്ചാലും പ്രാണപ്രിയന്റെ വരവരെയും പ്രത്യാശയോടെ അല്ലെങ്കിൽ നമ്മുടെ മരണത്തോളം പ്രത്യാശയോടെ പാർക്കുവാൻ ഈ രാത്രിയിലും ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന ദൈവജനത്തെ ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു। चाहे कुछ भी हो हमारा इस समय का हालेलुया अंत तक हमारा प्राण प्रिय प्रभु यीशु मसीह की दूसरी आगमन तक या हमारी जीवन का आखिरी समय तक हम परमेश्वर के ऊपर आशा रखते हुए हमारी जीवन को आगे बढ़ाए और प्रभु ने दिया हुआ सेवकाई को आगे बढ़ाने पाए। രാത്രി എത്ര ഘോരമായിരുന്നാലും ഒരു നല്ല പ്രഭാതം നമുക്ക് ലഭിക്കും, അത് ഓർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം। रात कितने भी बहुत अंधेरा छाया पड़े फिर भी आपको विश्वास रखना है, एक सुबह हमारे लिए पक्का मिलेगा करके ध्यान करना। യുദ്ധം എത്ര വലുതായിരുന്നാലും ദൈവം നമുക്ക് തരുന്ന വിജയം അതിശോഭയുള്ളതായിരിക്കും എന്നോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം। लड़ाई कितने भी मजबूत हो लेकिन सर्वशक्तिमान परमेश्वर के आखिरी में जो विजय हमारे लिए जो देते बहुत शोभनीय होगा। ആകയാൽ സഹൃദരെ, കർത്താവിനെ കണ്ടുമുട്ടിയതുപോലെ തന്നെ അവന്റെ കൂട്ടായ്മയിൽ അവന്റെ കൃപയിൽ
നാളുകളുടെ ദിനരാത്രങ്ങൾ നിൽക്കുവാൻ ഉന്നതനായ ദൈവം നിങ്ങളെ ചലിപ്പിക്കട്ടെ എന്ന് ദൈവത്തിന് പ്രാർത്ഥിക്കുന്നു. हालेलुया। जिस परमेश्वर को हमको इस पवित्र विश्वास में लेके आया, उसी विश्वास में उस पवित्र वचन के साथ आगे बढ़ाने के लिए आपको प्रभु सामर्थ्य देने पाए। എനിക്ക് നിങ്ങളോട് കൂടെ ഈ ലഭിച്ച അസുലഭ സന്ദർഭത്തെ ഓർത്ത് ഞാൻ എന്റെ ശിരസ്സ് ദൈവമുമ്പാകെ നമിക്കുന്നു. ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുവാൻ ഒരുമിച്ചിടയായല്ലോ. हालेलुया। मुझे ये अवसर मिला, इसलिए मैं अपने सिर को प्रभु के सामने झुकाता हूँ आपके संग। हालेलुया। ये असुलभ अवसर मिला, इसलिए मैं प्रभु को धन्यवाद करता हूँ। നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവായതുകൊണ്ട് വേഗത്തിൽ ഞാൻ ദൈവ വചനത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് ശരണപ്പെടുകയാണ്. समय बहुत कम है, इसलिए मैं बहुत जल्दी परमेश्वर का पवित्र वचन में शरण पाना चाहता हूँ। ചില മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് ഒരുമിച്ച് ഇങ്ങനെ മീറ്റിംഗിൽ സംബന്ധിച്ചത് ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. कुछ महीना पहले मैं इसी एक जूम मीटिंग आपके साथ सहभागिता हुआ, वो मैं याद करता हूँ। അന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന വിഷയമായിരുന്നു. हालेलुया। उस दिन मैंने आपसे वचन बांटा था, अनुग्रह के द्वारा हालेलुया हम उद्धार पाया है, इसलिए प्रभु को धन्यवाद। ഇന്ന് രാത്രിയിൽ അല്പസമയത്തെ വിചിന്തനത്തിനായി ധന്യനായ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 1-ാം അധ്യായം 4-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. हालेलुया। आज रात को चिंतन के लिए हालेलुया प्रेरित पौलुस तेस्सलोनियों को लिखा पहला पत्री, पहला अध्याय, उसका 4 वचन मैं आपके बीच में वचन बांटना चाहता हूँ। 4-ാം വാക്യത്തിന്റെ 2-ാമത്തെ ഭാഗമാണ് വായിക്കുന്നത്. हालेलुया। उस 4था वचन का दूसरी भाग मैं आपके साथ सिद्धा करना चाहता हूँ। ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. हे भाइयों, परमेश्वर के प्रिय लोगों, हम जानते हैं कि तुम चुने हुए हो। ആമേൻ. आमीन। നമ്മളുടെ തിരഞ്ഞെടുപ്പ്, നമ്മുടെ വിളി, ദൈവം എന്തിനു വേണ്ടി നമ്മെ വേർതിരിച്ചു എന്നത് ഒരു ദൈവ പൈതൽ എല്ലായ്പ്പോഴും നന്നായിട്ട് അറിഞ്ഞിരിക്കുകയാണ്. हमको प्रभु ने क्यों चुना, हमको प्रभु ने क्यों अलग किया, जो प्रभु की संतान, परमेश्वर की संतान हमेशा जानना बहुत जरूरी है। വളരെ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ഉളവാകപ്പെട്ട ഒരു സഭയാണ് തെസ്സലോനിക്ക സഭ. बहुत बड़ा प्रतिकूल अवस्था के बीच में हालेलुया आरंभ हुआ एक बहुत बड़ा कलीसिया है, तेस्सलोनियों का कलीसिया। ദൈവത്തിന്റെ ദാസനായ പൗലോസ് അപ്പോസ്തലന്റെ 2-ാമത്തെ മിഷണറി യാത്രയിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണ് തെസ്സലോനിക്ക സഭ. प्रेरित पौलुस का जब सेवकाई की दूसरी मिशनरी यात्रा में हालेलुया आरंभ हुआ एक सभा है तेस्सलोनिका कलीसिया। ആ സഭയോട് പൗലോസ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ എന്ന് ആവർത്തിച്ച് ഉണർത്തുകയാണ്. हालेलुया। उस कलीसिया को प्रभु का दास ये याद दिला रहा है, तुम अपनी हालेलुया चुने हुई अवस्था को प्रभु पक्का जानना जरूरी है करके याद दिला रहा है। സഹോദരങ്ങളെ, നമ്മെ കർത്താവ് വിളിച്ചതും നമ്മെ നിർത്തിയിരിക്കുന്നതും അതെന്തിനു വേണ്ടിയാകുന്നു എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതയാത്ര മുമ്പോട്ട് നയിപ്പാൻ. आज मुझे सुनने वाले लोगों, प्रभु यीशु पर विश्वास करने वाले लोगों, आप क्यों चुने गए करके और आपकी आशा क्या है कर आपको हालेलुया ये याद करते हुए आपका पवित्र जीवन आगे बढ़ाना है। ഈ ദൈവസഭയെ കുറിച്ചുള്ള ചില ഗുണങ്ങളാണ് ഈ രാത്രിയിൽ കമ്പിവാചകം പോലെ നിങ്ങളുടെ നടുവിൽ ഓർമ്മിപ്പിക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നത്. आज रात को मैं ये याद दिलाना चाहता हूँ, तेस्सलोनिका कलीसिया का कुछ एक अच्छी बातें मैं आपको याद दिलाना चाहता हूँ। പ്രവൃത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സഭയുടെ ഉത്ഭവം നമുക്ക് കാണുവാനിടയാകുന്നത്. प्रेरितों का काम 17 अध्याय 1 से लेकर 9 तक का वचन में इस कलीसिया का आरंभ के बारे में लिखा हुआ है। അവിടെ പൗലോസ് പട്ടണത്തിൽ ചെന്നതായിട്ട് നാം വായിക്കുന്നു. पौलुस तेस्सलोनिका शहर में पहुंचा और प्रभु का वचन बांटा करके वहां लिखा है। അവിടെ ചെന്ന് ഒരു യഹൂദന്മാരുടെ പള്ളി അവിടെ ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ തിരുവഴുത്തിനെ കുറിച്ച് സംസാരിച്ചു. वहां देख सकते हैं प्रेरित पौलुस, वहां यहूदियों को एक आराधनालय होते थे, उस आराधनालय में परमेश्वर की पवित्र वचनों को बांटा गया। പേരിൽ പള്ളി ഉണ്ടെങ്കിലും പെരുമാറ്റത്തിൽ പള്ളിയുടെ സ്വഭാവമില്ലാതിരുന്ന ഒരു പള്ളിയായിരുന്നു അത്. नाम के लिए एक आराधना का एक सभा है, लेकिन उनकी व्यवहार में ऐसा नहीं लगता है उनके बीच में एक आराधनालय है करके. അങ്ങനെ എന്തായാലും ചില ശബത്തുകൾ അവിടെ പാർത്ത്
ചില ദിവസങ്ങൾ ആ പള്ളിയിൽ യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് അവരെ വിവരിച്ച് തെളിയിപ്പാൻ പൗലോസിനൊരു ഭാഗ്യമുണ്ടായി. प्रभु का दास प्रेरित पौलुस कुछ दिन वहां रहकर यीशु मसीह परमेश्वर का पुत्र है कर हालेलुया लोगों के बीच में हालेलुया वचन के द्वारा दिखाने का कुछ समय मिला. തന്റെ സന്ദേശം കേട്ടവരിൽ ചില യഹൂദ മത അനുസാരികളും ചില മാന്യ സ്ത്രീകളും യാസോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുമൊക്കെ ദൈവത്തിന്റെ വചനം കേൾക്കുവാനിടയായി. हालेलुया हम देख सकता है हालेलुया जब हम पढ़ते उनका जो वचन सुनने वाले के बीच में कुछ फक्त यूनानी लोग होते थे और कुछ कुलीन स्त्रियां होते थे और हालेलुया पौलुस और सिलास को हालेलुया साथ वचन को ग्रहण किया और उनको साथ जुड़ गया. അങ്ങനെ യാസോൻ എന്ന് പറയുന്ന പാവപ്പെട്ട മനുഷ്യൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. हालेलुया यासोन करके एक बंदा होता था, एक भक्त व्यक्ति था, उनको अपना घर ले गया. യാസോന്റെ വീട്ടിൽ അവർ വസിച്ചുകൊണ്ട് പാർത്തുകൊണ്ട് ആ ദേശത്ത് ദൈവപ്രവൃത്തി ആരംഭിപ്പാനിടയായി. यासोन करके जो यहूदी व्यक्ति है उनके घर में रहकर वहां सेवकाई वो लोग कर रहे थे. തെസ്സലോനിക്ക സഭ സ്ഥാപിതമായത് യാസോന്റെ വീട്ടിൽ വെച്ചായിരുന്നു. तेस्सलोनिका कलीसिया का शुरुआत यासोन करके जो विश्वासी बंदे का घर में है. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. मैं ये बात जब कहते हैं आपको पक्का ये बात समझ में आ रहा करके मैं सोच रहा हूँ. ഞങ്ങൾ ജോസ് പാസ്റ്റർ എന്നാണ് നിങ്ങളുടെ പാസ്റ്റർ വിളിക്കുന്നത്. പാസ്റ്റർ ഷിബു ശാമുവേലും അദ്ദേഹത്തോട് ചേർന്ന് ദൈവമക്കളും അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ നിങ്ങളുടെ വീടുകളിൽ കയറി ഇറങ്ങി കർത്താവിനെ കുറിച്ച് പറഞ്ഞത് നിമിത്തം നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ ആരംഭിച്ച ചെറിയ കൂട്ടങ്ങളാണ് ദൈവസഭകളായി വളരുവാൻ ഇടയായി തീർന്നിട്ടുള്ളത്. അതോർത്ത് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. प्रभु का दास और उनके साथ वाला प्रभु का दास लोग मिलकर परिवारों में जाकर लोगों को सुसमाचार सुनाकर जो घरों में शुरुआत हुआ छोटी छोटी कलिसिया है आजकल जो बड़ा कलिसिया करके जो आपके बीच में दिखाई दे रहा करके आपको याद दिला रहा हूं मैं. അവിടെ യാസോനെയും അതുപോലെ പൗലോസിനെയും ശീലാസിനെയും ഒക്കെ അവർ ഒരുപാട് മർദ്ദിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. हालेलुया वहां देख सकता है यासोन को अपने घर में परमेश्वर की पवित्र वचन बांटने के लिए दासों को रहने के देने की वजह से उस समाज का लोगों ने पकड़कर उनको बहुत खूब पिटाई किया और उनको बहुत दर्द सहना पड़ा. പൗലോസിനെ കിട്ടായികയാൽ യാസോനെ പിടിച്ചുകൊണ്ട് അവിടെയുള്ള മെനക്കെട്ട് നടക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അസൂയ പൂണ്ട ഒരു കൂട്ടം ആളുകൾ യാസോനെ പിടിച്ച് നഗരാധിപന്മാരുടെ അരികിൽ കൊണ്ടുപോയി വിസ്തരിപ്പാനിടയായി തീർന്നു. हालेलुया जब पौलुस और सिलास को वो लोग प्रभु का दास लोग वो जब नहीं मिला तब उन्होंने क्या किया, यासोन को पकड़कर बहुत खूब मारा और उनकी जो अध्यक्षों के सामने उनकी जो नेता लोगों के सामने खड़ा कर दिया. എന്നാൽ യാസോനെ അവർ ജാമ്യം വാങ്ങി മടക്കി അയച്ചതായിട്ട് നാം വായിക്കുന്നു. बाद में हम देख सकता है यासोन को रिहा कर दिया. അങ്ങനെ തീയിൽ കുരുത്തതാണ് തെസ്സലോനിക്ക സഭ. उसी जैसा आग में पैदा हुआ एक हालेलुया कलीसिया है तेस्सलोनिका. അവർക്കുണ്ടായിരുന്ന ഗുണങ്ങളെ കുറിച്ച് പൗലോസ് തന്നെ അവരെ ഓർമ്മപ്പെടുത്തുകയാണ്. उनके ऊपर जो अच्छे भले बातें थे वो पौलुस ये पत्री के द्वारा उनको याद दिला रहा है. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ ഓർക്കുന്നുവല്ലോ എന്ന് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ആ ലേഖനത്തിൽ ഉടനീളം കാണുവാനിടയാകുന്നത്. पौलुस उनको ये याद दिला रहे तुम पक्का जानना तुम्हारी बुलावट को तुम्हारी चुने जाने का बारे में. ഈ തെസ്സലോനിക്ക ലേഖനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ് പ്രധാന വിഷയം. हालेलुया तेस्सलोनिका पत्री में यीशु मसीह का प्रकट होने का हालेलुया प्रत्यक्ष होने का बारे में याद दिलाता है. 1:9, 10, 2:19 ഈ രണ്ട് അധ്യായങ്ങളിൽ ഇത് കാണാം. हालेलुया 1:9 में हालेलुया 2:19 में ये हर जगह यीशु मसीह का प्रकट होने के बारे में हालेलुया अच्छे से लिखा हुआ है. 3:13 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് കാണാം. 3:13 में यीशु मसीह का प्रकट होने के बारे में लिखा हुआ है. 4:13 മുതൽ 18 വരെ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കുറിച്ച് കാണാം. 4 हालेलुया 13 से 18 तक यीशु मसीह की प्रकट के बारे में लिखा हुआ है. 5:23 യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത കാണാം.
5:23 में भी हालेलुया यीशु मसीह का हालेलुया दूसरे आगमन के बारे में लिखा हुआ है. അപ്പോൾ ഈ പുസ്തകത്തിലെ 5 അധ്യായങ്ങളിലും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന പ്രധാന വിഷയത്തെ ആഴമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാനിടയാകുന്നു. पत्री में 5 अध्यायों में अलग अलग जगह में अच्छी तरह से यीशु मसीह की दूसरी आगमन के बारे में प्रकट होने के बारे में अच्छे से लिखा हुआ है. അവരോട് പറയുകയാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. आप अपनी चुने हुए बातों को पक्का जानना जरूरी है. ലോകപ്രകാരമുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. दुनिया के हालेलुया द्वारा जो हालेलुया चुने जाने के बारे में हम अच्छे से जानते हैं. എല്ലാ ഏറ്റവും നല്ലതും എല്ലാ യോഗ്യതകളും ഉള്ളതായ ഒന്നിനെയാണ് ലോകം തിരഞ്ഞെടുക്കുന്നത്. हालेलुया दुनिया का लोग जो चुनते हैं सबसे खूबी और सबसे योग्य हालेलुया व्यक्तियों को चुना जाता है. നമുക്കറിയാമല്ലോ, നെബൂഖദ്നേസർ യഹൂദ ജനത്തെ ബാബേലിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ, പ്രവാസികളായിട്ട് കൊണ്ടുപോകുമ്പോൾ ചുറുചുറുക്കുള്ളതായ, കണ്ടാൽ കൊള്ളാകുന്നതായ, രാജകുലത്തിൽ പിറന്നതായ ഏറ്റവും ശ്രേഷ്ഠരായ ദാനിയേൽ മുതലായി അങ്ങനെ എബ്രായ ബാലന്മാരെയാണ് തന്റെ ദേശത്തേക്ക് പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയത്. हम जानते हैं पुराना नियम में नेबूखदनेस्सर राजा जब यहूदी लोगों को पकड़कर हालेलुया गुलामी में ले गया, उनके राजा महल के हालेलुया बातों कार्यों के लिए सबसे सुंदर, सबसे ज्ञानी और सबसे बुद्धिमान और हालेलुया राजमहल में जन्म हुआ बच्चों को दानियल और शद्रक मेशक अबेदनो करके जो यहूदी बालकों को उन्होंने अलग किया करके हम जानते हैं. എന്ന് പറഞ്ഞാൽ VVIP-കളെ എല്ലാം ഇതാ ബാബേലിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. हालेलुया इसका मतलब है VVIP सबसे खूबी वाला लोगों को हालेलुया बाबेल में गुलामी में नेबूखदनेस्सर राजा ले गया. പണ്ടാരോ പറഞ്ഞതുപോലെ ഒന്നിനും കൊള്ളാത്ത RIP-കളെ മാത്രം അവിടെ തഴഞ്ഞിട്ട് പോയി. हालेलुया वाले कोई बोला हुआ कहावत की तरह जो कोई काम का नहीं है वो RIP लोगों को हालेलुया वहां छोड़ के चला गया. ആമേൻ. വാസ്തവം പറഞ്ഞാൽ ഉഴപ്പന്മാരെ, പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവരെ എന്ന് പറഞ്ഞാൽ മനസ്സില്ലാത്തവരെ പിശാചിന് പോലും വേണ്ട എന്നാണ് അതിന്റെ അർത്ഥം. हालेलुया इसका मतलब है जो व्यक्ति आलसी है, जो व्यक्ति कोई काम का नहीं है, जो व्यक्ति हालेलुया जो हमेशा अलसदा के साथ जो घूमते रहते हैं, उन लोगों के ऊपर शैतान भी ध्यान नहीं देता. ആമേൻ. ലോകപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ്, നമ്മളൊക്കെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ കൊള്ളാറുള്ളവരാണല്ലോ. പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോഴേ ഏറ്റവും നല്ലത് നോക്കി, ഈ കൊള്ളാത്തൊന്നും ആരും എടുക്കില്ല, ഏറ്റവും ശ്രേഷ്ഠമായത് നോക്കി മാത്രമേ തെരഞ്ഞെടുപ്പ് നടത്തുകയുള്ളൂ. हम लोग जब खरीदने के लिए जाते हैं, सब्जी मंडी में हो, कोई भी मंडी में जब जाते हो, सबसे अच्छी वस्तुओं को हम चुनते, जो खराब वस्तु को हम कभी नहीं लेते हैं. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് ഇതിനൊക്കെ വിപരീതമാണ്. हालेलुया हमारा परमेश्वर की जो हालेलुया चुने जाना ये दुनिया की चुने जाने से एकदम बदले उल्टा है. കുടുംബശ്രേഷ്ഠത നോക്കിയോ, വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച നോക്കിയോ, അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യം നോക്കിയോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്നെ നിങ്ങളെ ഒന്നും ഈ വേലക്കെടുക്കില്ലായിരുന്നു. हालेलुया प्रभु अगर हमारी खूबसूरती को देखकर, हमारी बुद्धि को देखकर, हमारा परंपरागत पीढ़ी का, हमारी कुटुंब पारिवारिक जीवन का हालेलुया श्रेष्ठता को देखकर अगर हमको चुना जाता तो हम किसी में भी आज प्रभु के विश्वास में नहीं होता. സഹോദരരെ, കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് നോക്കിക്കേ. प्रभु की चुने जाने के बारे में एक बार आप ध्यान कीजिए. വിക്കനായ മോശയെയും ആടിനെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദിനെയും ഒക്കെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്. हालेलुया मोटी जबान वाला मूसा को चुना प्रभु ने, भेड़ बकरियों को चराने वाला दाऊद को प्रभु ने चुना है. കാളയെ പൂട്ടി നടന്ന ഏലിശയാണ് പ്രവാചകനായിട്ട് വിളിച്ചത്. हालेलुया जो हालेलुया बैलों को चरा रहा था, हालेलुया खेत में कार्य करने वाला एलिशा को प्रभु ने सेवकाई के लिए ढूंढ निकाला. വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത മുഖ്യ ജോലിക്കാരെയാണ് തന്റെ ശിഷ്യന്മാരായിട്ട് വിളിച്ചത്. हालेलुया जो समाज में जो जवाबदा माननीयता नहीं है, उस तरीके का जो ज्यादा शिक्षा ना पाया हुआ लोगों को प्रभु ने अपनी चेहरा बनाया. മുഖ്യന്മാരായിരുന്ന പത്രോസിനെയും യോഹന്നാനെയും ഒക്കെ വിളിച്ചു വേർതിരിച്ച് ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി
നമ്മുടെ കർത്താവ് ഉപയോഗിച്ചു. हालेलुया, परमेश्वर की राज्य की बढ़ोतरी के लिए इस तरीके का जो धरती के द्वारा जो खूबी नहीं है उस लोगों को प्रभु ने अलग किया है. സഹോദരരെ, യോഗ്യതകളൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു എന്റെ നിങ്ങളുടെ യോഗ്യത. സ്തോത്രം. हमारे सबका खूबी यही है, कोई खूबी नहीं है. ആമേൻ. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ബലഹീനനായ എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്തു. हालेलुया, बलवंत लोगों को लज्जित कराने के लिए दुर्बल लोग हमको प्रभु ने चुना गया. ജ്ഞാനികളായിരുന്നവരെ ലജ്ജിപ്പിപ്പാൻ മന്ദബുദ്ധികളായ നമ്മെ തെരഞ്ഞെടുത്തു. हालेलुया, ज्ञानियों को लज्जित करने के लिए मूर्ख जैसा हम लोगों को प्रभु ने चुना गया. സുന്ദരന്മാരെ മാറ്റി നിർത്തിയിട്ട് ഒന്നിനും കൊള്ളാത്ത എന്നെ നിങ്ങളെയും അവൻ തന്റെ വേലയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തു. लोगों को अलग कर कर हालेलुया बदसूरत लोगों को प्रभु ने चुना. ആമേൻ. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് എത്ര ശ്രേഷ്ഠമാണെന്ന് അറിഞ്ഞുകൊള്ളണം. हालेलुया, परमेश्वर की जो चुने जाना बहुत श्रेष्ठ बात है. ഒരിക്കൽ ധന്യനായ ദാവീദ് പറഞ്ഞു, സങ്കീർത്തനം എഴുതിയപ്പോൾ പറഞ്ഞു, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. हालेलुया, प्रेरित हालेलुया पवित्र दाऊद ने एक बार भजन संगीता लिखते वक्त ये बोला, हालेलुया, परमेश्वर ने अपनी लोग हालेलुया हालेलुया अपने लिए अपने भक्त को अपने लिए अलग किया. എവിടെ നിന്ന് തിരഞ്ഞെടുത്തു? ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. हालेलुया, कहां से चुना गया? ये धरती से ही चुना गया. അവിശ്വാസികളിൽ നിന്ന് തിരഞ്ഞെടുത്തു. जो लोग विश्वास नहीं करते, अविश्वासियों के बीच में से हमको चुना गया. അന്യ ആരാധനകളിൽ നിന്ന് തിരഞ്ഞെടുത്തു. हालेलुया, जो चुना गया उस जगह से जो अन्य ईश्वरों को हालेलुया पराये देवी देवताओं के सामने हालेलुया जो वंदन करता दंडवत करता था, उन्हीं के बीच में से हमको चुना गया. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജാതികളായിരുന്ന എന്നെ നിങ്ങളെയും അവൻ തെരഞ്ഞെടുത്തു. हालेलुया, एक बार शब्दों में कहा, हालेलुया, जाति लोगों के बीच में कोई लोग हालेलुया जानता नहीं था, उनके बीच में से प्रभु ने हमको चुना गया. ആകയാൽ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ നാം അറിഞ്ഞുകൊള്ളണം. इसलिए हम अपनी चुने हुए बातों को पक्का जानना जरूरी है. ഏത് പാതിരാത്രി വിളിച്ചു ചോദിച്ചാലും എന്റെ ദൈവം എന്നെ തെരഞ്ഞെടുത്തതാണെന്ന് ധൈര്യത്തോടെ പറയുവാൻ നമുക്ക് അഭിഷേകം വേണം. हालेलुया, कोई भी समय पर प्रभु ने हर हमको कोई भी पूछा जाए, हम ये बताना जरूरी है, मेरा परमेश्वर ने मुझे चुनाया है. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന എന്നെ നിങ്ങളെയും അവന്റെ തെരഞ്ഞെടുപ്പും പ്രകാരം അവന്റെ പദ്ധതിയിൽ ഉണ്ട് എന്നുള്ള ആ മഹാസനാതനമായ സത്യം നാം ഒരിക്കലും മറന്നു പോകാതിരിക്കണം. हालेलुया, ये जो सच्चाई है, जो पुराना सा है, हालेलुया, प्रभु अपनी हालेलुया इच्छा के अनुसार हालेलुया हमको प्रभु ने अपने लिए चुना है करके, ആമേൻ. सच्चाई को आप कभी भी भूले ना पाए. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. हाथ उड़ाकर प्रभु को हम धन्यवाद करेंगे. ആമേൻ. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് അറിയട്ടെ. हमारा चुने हुआ बात बहुत बड़ा श्रेष्ठ बात है करके आप ध्यान कीजिएगा. പ്രിയരെ, നമുക്കറിയാമല്ലോ, ക്രിസ്തുയേശു ഈ ഭൂമിയിലേക്ക് വന്നത് എന്നെ നിങ്ങളെ തെരഞ്ഞെടുപ്പാനായിരുന്നില്ല. प्रभु यीशु मसीह इस धरती पर इसलिए नहीं आए कि हम लोगों को चुने जाए. ഇസ്രായേലിൽ കാണാതെ പോയതിനെ രക്ഷിപ്പാനായിരുന്നു യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. हालेलुया, खोए हुए लोग जो इस्राएलियों के बीच में उनको चुनने के लिए प्रभु आए थे. ആമേൻ. ആ കൂട്ടത്തിൽ അവർ തള്ളിക്കളഞ്ഞപ്പോൾ ജാതികളായിരുന്ന എനിക്കും നിങ്ങൾക്കും ആ വിളിച്ച ആ രക്ഷ കിട്ടുവാനിടയായി തീർന്നു. हालेलुया, जब इस्राएली लोग हालेलुया प्रभु को त्याग दिया तो हम लोगों को प्रभु की पवित्र जगह पर आने का अवसर मिला. യേശുവിന്റെ അരികിൽ ഒരു പാവപ്പെട്ട സ്ത്രീ തന്റെ കുഞ്ഞിന് സൗഖ്യത്തിന് വേണ്ടി ചെന്ന സംഭവം നമുക്ക് അറിയാം. हालेलुया, एक कनाना स्त्री, बहुत गरीब स्त्री, अपने बच्चे की चंगाई के लिए यीशु मसीह के पास एक बार पहुंचा. हम जानते हैं उसके बारे में. സുറപ്പനിക്കാരി എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഒരു കനാന്യ സ്ത്രീയാണ്. हालेलुया, सुअर्पणिका जगह का स्त्री, कनान्य स्त्री करके वहां लिखा है. അവൾ ചെന്ന് യേശുവിനോട് പറയുകയാണ്, എന്റെ കുഞ്ഞ് അത്യാസന്ന നിലയിലിരിക്കുന്നു. वो जाकर यीशु को बताता है, मेरी बेटी बहुत ज्यादा बीमार है, നീ അവളെ സൗഖ്യമാക്കണം. आप उनको चंगाई देना जरूरी है. യേശു പറഞ്ഞ മറുപടി വളരെ വിഷമം ഉള്ളതായിരുന്നു. यीशु ने उनको जवाब दिया, बहुत दुख की जवाब थे. കണ്ണി ചോരയില്ലാത്തൊരു യേശുവായിട്ട് ഒരു പക്ഷേ നമുക്ക് തോന്നിപ്പോകും.
हालेलुया, यीशु के अंदर कोई दया नहीं है करके हम उस बात को सुन गए। सोचते हैं അവന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറില്ല. हालेलुया, यीशु ने ऐसा बोला, हालेलुया, बच्चों का रोटी कुत्तों को सामने में नहीं डालता। യഹൂദൻ ജാതികളെ കണ്ടിരുന്നത് നായെ പോലെയായിരുന്നു. यहूदी लोग जाति लोगों को इस तरीके का विशेषण देते थे, कुत्ते की तरह विशेषण दिया जाता था। നായെ പോലെയുള്ളവർ എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. हालेलुया, कुत्ते की तरह लोग करके हालेलुया यहूदी लोग जाति लोगों के बारे में बोलते थे। യേശു അങ്ങനെ പറയാൻ കാരണം എന്തായിരുന്നു നമുക്കറിയാം, മനസ്സിലായല്ലോ. यीशु इस तरीके का बोलने का कारण यही था। എന്ന് പറഞ്ഞാൽ പൂർവ്വജാതിയിൽപ്പെട്ട നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനല്ല ഞാൻ വന്നത്, എന്റെ പദ്ധതി യഹൂദനെ കാണാതെ പോയി ഇസ്രായേലിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. हालेलुया, जाति व्यक्ति तुमको बचाने के लिए मैं नहीं आया, मैं अपनी बेटा यहूदी लोगों को बचाने के लिए आया करके यीशु का बात था। നമ്മളാണെങ്കിൽ ആ ദേശത്തോട്ട് പിന്നെ തിരിഞ്ഞു നോക്കുകയില്ല. എന്നെ നായ എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് നമ്മൾ പിന്നെ ആ ഏരിയ ചെല്ലുകയില്ല. हालेलुया, हम लोग अगर उस जगह पे है तो मुझे कुत्ता करके बोल दिया यीशु ने, इसलिए कभी मैं इन लोगों के पीछे नहीं जाऊंगा करके। എന്നാൽ അവളൊരു കാര്യം പറയുകയാണ്, മേശമേൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ തിന്ന് നായ്ക്കുട്ടികൾ ഉപജീവനം കഴിക്കുന്നുവല്ലോ. लेकिन उन्होंने अपने विश्वास को ये बोला, हालेलुया प्रभु जी, हालेलुया, मेज से गिरने वाला रोटी का टुकड़ा से कुत्ते भी जीवित पाया जाता है। അവള് പറഞ്ഞതിന്റെ അർത്ഥം ഇതായിരുന്നു, നീ യഹൂദന് രക്ഷ കൊടുത്തോളൂ, പക്ഷെങ്കിൽ എന്തെങ്കിലും ഒരു ദയ എന്റെ കുഞ്ഞിനോട് കാണിച്ചാൽ അത് മതി. हालेलुया, उन्होंने ये यीशु को कह रहा था, जरूर तुम यहूदियों को अपनी उद्धार दे दो, कोई बात नहीं, लेकिन थोड़े से हालेलुया छोटे से एक दया मेरी बेटी की ओर भी दिखाइए। അങ്ങനെ നാട്ടൊലിവിനെ മാറ്റിയിട്ട് കാട്ടൊലിവായിരുന്ന എന്നെ നിങ്ങളെയും അവൻ തെരഞ്ഞെടുത്തു. अच्छा पौधे थे, हालेलुया, उनको हटाकर जंगली पौधा जो हमको प्रभु ने हालेलुया अपना लिए निकाल के ले आया। ഈ ദൈവസഭയോട് പറയുകയാണ്, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. हालेलुया, इस कलीसिया को प्रभु का दास प्रेरित पौलुस बोलता है, तू अपनी चुनने का अवस्था को पक्का जानना जरूरी है। ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകട്ടെ. मैं बहुत जल्दी बोल के आगे बढ़ना चाहता हूँ। 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹ പ്രയത്നവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. हम अपनी प्रार्थनाओं में तुम्हें स्मरण करते और सदा तुम सबके विषय में परमेश्वर का धन्यवाद करते हैं और अपने परमेश्वर और पिता के सामने तुम्हारे विश्वास के काम और प्रेम का परिश्रम और हमारे प्रभु यीशु मसीह के में आशा की दीर्घता को लगातार स्मरण करते हैं। തെസ്സലോനിക്ക സഭയുടെ ഒന്നാമത്തെ ഗുണമായിരുന്നു, 2-ാം വാക്യത്തിൽ നാം വായിച്ചത്, അവർ വിശ്വാസത്തോടെ വേല ചെയ്തവരായിരുന്നു. हालेलुया, उनका दूसरी हालेलुया भले बात था, वो लोग विश्वास के साथ सेवकाई करते थे। ചിലപ്പോ സംഭവിക്കുമായിരിക്കും എന്നൊന്നും പറഞ്ഞ് ആരും പ്രവർത്തിക്കേണ്ട. വിശ്വാസത്തോടെ കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ വേണം ഒരു പ്രാർത്ഥനയെങ്കിലും പ്രാർത്ഥിക്കുവാൻ. हालेलुया, जब हम प्रभु में होते हैं हो सकता है चंगाई मिलेगा, हो सकता है प्रभु कार्य करेगा करके नहीं, पूर्ण विश्वास के साथ कुछ भी हो मेरा प्रभु मेरे लिए दया दिखाएगा करके उस तरीके के हमारा विश्वास का कार्य होना चाहिए। അവർ വിശ്വാസത്തോടെ വേല ചെയ്തവരായിരുന്നു, സ്നേഹത്തോടെ ഒരുമിച്ച് പ്രവർത്തിച്ചവരായിരുന്നു. वो विश्वास के साथ सेवा किया, कार्य किया और प्रेम के साथ वो लोग मिलजुल कर परिश्रम किया। സഹോദരരെ, നമുക്ക് ഒരുമിച്ച് വിശ്വാസത്തോടെ വേല ചെയ്യാം, സ്നേഹത്തോടെ നമുക്ക് പ്രവർത്തിക്കാം. हालेलुया, आज मुझे सुनने वाले लोगों में आपको बताना चाहता हूँ, आपकी विश्वास बड़े गहरा होना चाहिए और प्रेम का साथ एकता में आप परिश्रम करना चाहिए। ഈ സഭയുടെ ഒന്നാമത്തെ ഗുണം ശക്തിശാലിയായ സഭ. ये कलीसिया का सबसे बड़ा गुण है, ये सामर्थ्य वाला कलीसिया था। ये एनर्जेटिक चर्च, ഒരു ശക്തിശാലിയായ സഭ, एक बहुत बड़ा सामर्थ्य वाला कलीसिया था ये। രണ്ടാമത്തെ കാര്യമാണ് 4-ാം വാക്യത്തിൽ നാം വായിച്ചത്, എ സെലക്ടിംഗ് ചർച്ച് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട സഭ. हालेलुया, उसका 4 वचन में हम पढ़ा है, चुने हुए कलीसिया थे ये। നിങ്ങളുടെ ഇവിടെ 3-ാം വാക്യത്തിൽ വായിച്ചു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും
ഇടവിടാതെ എന്ന് പറഞ്ഞാൽ സ്ഥിരതയോടെ ആമേൻ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടെ, ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ്, ആ പരിപൂർണ വിശ്വാസത്തോടെ പൂർണ്ണ സ്ഥിരതയോടെ കർത്തൃവേല ആരംഭിച്ചവരായിരുന്നു തെസ്സലോനിക്കയിലെ സഭ. थेसलोनिका कलीसिया का शुरुआत हुआ था धीरता के साथ, लगातार हालेलुया विश्वास के साथ और प्रेम के साथ वो लोग प्रभु में बढ़ते थे. നിങ്ങൾ നിങ്ങളുടെ ദേശത്ത്, നിങ്ങളായിരിക്കുന്ന മണ്ഡലങ്ങൾ, നിങ്ങളുടെ ഗ്രാമങ്ങളിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ ശക്തമായി പ്രവർത്തിപ്പാനിടയായാൽ നാളത്തെ ദിനരാത്രങ്ങൾ ദൈവം നിങ്ങളുടെ കരങ്ങൾ തരുവാനിടയാവും. हमारी गांव में, हमारी जगह हम सेवा करते वहां विश्वास के साथ और प्रेम के साथ, हालेलुया, और धीरज के साथ अगर हम अपनी प्रभु की सेवा करेगा तो प्रभु देखना हमारी कलीसिया को बहुत ऊंचा तक बढ़ा देगा. രണ്ടാമത്തെ ഗുണം, തെസ്സലോനിക്ക സഭ തിരഞ്ഞെടുക്കപ്പെട്ട സഭയായിരുന്നു. दूसरी गुण उनका फायदा था कि ये लोग चुने हुए लोग थे. ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ട് വന്നതല്ല, ദൈവം അവരെ യഥാർത്ഥമായി തെരഞ്ഞെടുപ്പാനിടയായി തീർന്നു. हालेलुया, कोई लोगों के द्वारा सुन के आया हुआ लोग नहीं, सच में प्रभु ने उनके चुने हुए थे. ഇനി അതിന്റെ 6ാം വാക്യം വായിക്കുമ്പോൾ, 6ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. हालेलुया, वहां लिखा है तुम बड़े क्लेश में भी पवित्र आत्मा के आनंद के साथ वचन को मानकर हालेलुया चलने लगे. തെസ്സലോനിക്ക സഭയുടെ 3ാമത്തെ ഗുണം, ആ സഭ കഷ്ടം സഹിച്ച സഭയായിരുന്നു. हालेलुया, थिस्सलुनीका कलीसिया का तीसरी गुण विशेष बात ये थे, बहुत कठिनाइयों के द्वारा वो कलीसिया सामना करते थे. ये सफरिंग चर्च, ഒരു കഷ്ടം അനുഭവിച്ച സഭ, क्लेश को पाया हुआ, सामना किया हुआ कलीसिया. മക്കളെ, ദൈവജനത്തിന്റെ അവകാശമാണ് കഷ്ടത എന്ന് പറയുന്നത്. हालेलुया, हमेशा ध्यान करना हमारा अधिकार के अंदर आता है. हमारी हालेलुया जीवन में हमेशा क्लेश को आने का. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നാം അടുത്ത നാളുകളിൽ കുറച്ചുകൂടെ ഫലം കായ്പാൻ വേണ്ടിയാണ്. जब क्लेश हमारे जीवन में आता है तो अब ध्यान करना, आगे 10 दिनों में आपके जीवन में हालेलुया फायदा वाली बातें, प्रभु के लिए अच्छे भले बातें होने जा रहा है. നാം തിരുവഴുത്ത് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നുവല്ലോ, വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ തന്നെ പഠിപ്പിക്കുന്നു: കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതിന് അതിന്റെ കൊമ്പുകളൊക്കെയും ചെത്തി വെടിപ്പാക്കുന്നു. यूहन्ना रचित समाचार 15 अध्याय में यीशु मसीह बोलता है, जो फलवंत वाला हालेलुया जो दाखलता है वो अधिक फल लाने के लिए उसको काट कर हालेलुया बराबर करता है. ഒരു മരം എന്നുള്ള ബന്ധത്തിൽ അതിന്റെ ശിഖരങ്ങൾ വെട്ടുമ്പോൾ, അത് മുറിക്കുമ്പോൾ അതിന് നോവും, അതിന് വേദനയുണ്ടാകും, കഷ്ടതയുടെ അനുഭവം ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം ഓർക്കുക, അത് വെട്ടിക്കളയുമ്പോൾ, അതിനെ ഒരുക്കിയെടുക്കുമ്പോൾ അടുത്ത നാളുകളിൽ ശ്രേഷ്ഠ ഫലം കൈപ്പാനിടയാകും. हालेलुया, आप देख रहे हैं कि पेड़ का शाखा को जब काटते हैं पेड़ को दर्द होता है, क्यों काटता है? हालेलुया, ये ध्यान करना कि हालेलुया अच्छे फल उस पेड़ पर होने के लिए वो मालिक चाहता है, इसलिए उसका शाखा को काटा जाता है. ആമേൻ. ഈ കഷ്ടം എനിക്കും നിങ്ങൾക്കും വരുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. हालेलुया, ऐसी क्लेश हमारे जीवन में इसलिए आता है, हालेलुया, परमेश्वर हमसे बहुत प्रेम करता है. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഈ കഷ്ടം എന്നും നിൽക്കുകയില്ല. हालेलुया, आप हमेशा याद करना, आपके साथ जो क्लेश है हमेशा आपके साथ होना नहीं है. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങൾ. हालेलुया, प्रेरित पत्रोस कहता है थोड़ी देर का क्लेश करके वचन में लिखा है, നിത്യ തേജസ്സിന്റെ ഘനം നിങ്ങളിൽ വെളിപ്പെടും. हालेलुया, अनंत काल का हालेलुया तेजोमय परमेश्वर का सामर्थ्य हमारे ऊपर आएगा. പൗലോസ് പറയുന്നു, നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം. अले थोड़ी देर का छोटे से क्लेश प्रेरित पत्रोस कहता है. നമുക്കറിയാം, യാസോനെയും മറ്റുള്ളവരെയും ഒരുപാട് മർദ്ദിച്ച് അവശരാക്കി അതിന്റെ നടുവിൽ കിളിച്ചു വന്ന, മുളച്ചു വന്ന, തളിർത്തു വന്ന ദൈവസഭയാണ് തെസ്സലോനിക്ക സഭ. हालेलुया, हम देखा यासोन करके जो बंदा है उनकी घर में सेवकाई शुरू होने की वजह से उस देश का नेता लोगों ने पकड़कर उसको बहुत पिटाई किया, बहुत चोट लगाया. उसके बीच में निकल आया वो एक कलीसिया है, थिस्सलुनीका कलीसिया.
നിങ്ങൾ പാർക്കുന്ന ഗ്രാമങ്ങൾ ഒന്നും ഒട്ടും ഈ കാര്യത്തിൽ പിന്നിലല്ല. വളരെ പ്രതികൂലങ്ങൾ നിങ്ങളുടെ ദേശത്തുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. हालेलुया, मैं अच्छे से जानता हूं कि हालेलुया आप जिस गांव में रहते हैं वहां बहुत प्रतिकूल अवस्था है। जो तेरे दुख बातों को आपको सामना करना पड़ता है करके मैं अच्छे से जानता हूं. എങ്കിലും അവസാനത്തോളം പിടിച്ചുകൊള്ളുക, നിനക്കുള്ളത് ആരും എടുക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക, ദൈവം പ്രതിഫലം തരും. हालेलुया, इसलिए हम आज आपको वचन से आपको याद दिलाता हूं, आखिरी समय तक हालेलुया प्रभु में बने रहे, आपका जो प्रतिफल है दूसरा कोई छीन ना पाए, प्रभु में विश्वास में धीरज से बने रहो. ആ വിഷയത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. മറ്റാർക്കും വന്നിട്ടില്ലാത്ത ഒരു അപൂർവ കാര്യം സംഭവിച്ചു പോയി. ഈ കഷ്ടത വരുമ്പോഴേ അപൂർവ കാര്യം സംഭവിച്ചു പോയി എന്ന് ഓർത്ത് ആരും അത്ഭുതപ്പെടേണ്ട. മനുഷ്യർക്ക് നടക്കാത്ത ഒരു കഷ്ടതയും എനിക്ക് നിങ്ങൾക്കുമില്ല. हालेलुया, एक विशेष बात हमारे जीवन में हुआ करके जब क्लेश के बात पे आप मत सोचना, क्योंकि मनुष्यों को जो नहीं त्याग नहीं सह सकता, इससे बिना कोई कष्ट आप प्रभु आपको कभी नहीं देगा. എനിക്കിതിലെ വിഷയങ്ങളെല്ലാം അതിൻ്റെതായിരിക്കുന്ന നിലയിൽ നിങ്ങളെ പ്രബോധിപ്പിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ല. എങ്കിലും ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ കർത്താവ് ശ്രമപ്പെടുകയാണ്. मेरे जो बड़ा प्रभु ने दिया हर एक विषयों को मैं आपको शिक्षा के रूप पर दे नहीं पाता, इतना टाइम नहीं होता, इसलिए मैं छोटे छोटे रूप में आपको बताकर आगे बढ़ना चाहता हूँ. മൂന്നാമത്തെ ഗുണം, ഇതൊരു സഫറിംഗ് ചർച്ച്, കഷ്ടം സഹിക്കുന്ന സഭയായിരുന്നു. हालेलुया, तीसरी बात है, ये क्लेश को सामना करने वाला एक कलीसिया है. നാലാമത്തെ കാര്യം അതേ വാക്യത്തിൽ തന്നെയുണ്ട്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. നാലാമത്തെ ഗുണം, ഈ ദൈവസഭ ഒരു റിസീവിംഗ് പവർ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സഭയായിരുന്നു. हालेलुया, उसका चौथा गुण यही है कि वो लोग पवित्र आत्मा को उसका गहराई से पाया हुआ लोग थे. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നാം പ്രാപിച്ചാൽ നമ്മുടെ ഏത് പ്രതികൂലത്തിലും നിൽപ്പാൻ ആവശ്യമായ കൃപ ആത്മാവിൽ നമുക്ക് ലഭിക്കും. हालेलुया, अगर आप पवित्र आत्मा की सामर्थ्य को अच्छे से हालेलुया उसकी गहराई रूप से अगर आप प्राप्त करेगा तो जीवन की हर एक संघर्ष को सामना करने के लिए प्रभु आपको सामर्थ्य देता है. എന്തെല്ലാം വന്നാലും പിന്മാറുകയില്ലെന്ന് പറഞ്ഞ പത്രോസ് യേശു ക്രിസ്തു പിടിക്കപ്പെട്ടു, അവൻ ക്രൂശിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ഓടിപ്പോയി പടകം വലയും എടുത്ത് പേടിച്ച് അവശനായി തീർന്ന പത്രോസ് യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷം നോക്കുക, ഒരു ജനസമൂഹത്തിന്റെ നെഞ്ചത്ത് വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നിങ്ങൾ क्रूशिച്ചു കൊന്ന ക്രിസ്തുവിനെ ഞാൻ പ്രസംഗിക്കുന്നു. 3.5 साल यीशु मसीह के साथ चलने वाला प्रेरित पत्रोस हालेलुया एक दुर्बल अवस्था में यीशु मसीह को ठुकरा दिया, लेकिन हालेलुया यीशु मसीह के जी उठने के बाद, पवित्र आत्मा उनके ऊपर उतरने के बाद हालेलुया फरीसियों के सामने, शास्त्रियों के सामने, यहूदी जाति लोगों के सामने उनको सामने उंगली दिखाकर बोला, तुम लोगों ने जिसको क्रूस पर चढ़ाया बिना डर से धीरज के साथ उनके सामने परमेश्वर की वचनों को उठाया. ആമേൻ. ആമേൻ. നോക്കുക, യേശു പറഞ്ഞിട്ടാണ് പോയത്, നിങ്ങൾ യെരുശലേം വിട്ടു പോകരുത്, എന്നോട് കേട്ട എന്റെ പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണം. यीशु मसीह ने उनको बोला, मुझसे सुना हुआ पर मेरा पिता का वायदा को जब तक नहीं पाते हुए यरूशलेम को नहीं छोड़ना. അങ്ങനെ അവർ സെഹിയോൻ മാളികമുറി എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന മർക്കോസിന്റെ മാളികമുറിയിൽ കൂടി. हालेलुया, सेहियोन हालेलुया का कमरा मतलब मरकोस का एक कमरे के अंदर हालेलुया वो लोग इकट्ठे हुए. 120 പേര് അവിടെ കൂടി ദൈവത്തെ പാടി സ്തുതിച്ചു, ആരാധിച്ചു. 120 से अधिक लोग वहां इकट्ठे होकर गीत गाया, प्रभु की स्तुति आराधना किया. യൂദ ഒഴികെ യേശുവിന്റെ ശിഷ്യന്മാർ, യൂദയ്ക്ക് പകരം ചീട്ട് വീണ് തെരഞ്ഞെടുക്കപ്പെട്ട മത്തിയാസ് ഉൾപ്പെടെ യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേര് അവിടെ ഇരുന്ന് ആരാധിക്കുകയാണ്. यीशु की चेलों में से जो इस्करियत यूदा जो यीशु को पकड़वाया गया वो खत्म हो गए थे, उसके बदले में जिसको चुना गया जो मत्तियास है उसके साथ यीशु मसीह की माता मरियम के साथ 120 लोग वहां इकट्ठे होकर परमेश्वर की आराधना कर रहे थे.
അവരുടെ ആരാധന നടുവിൽ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വന്നു. हालेलुया, हम देख सकता है उनकी आराधना के बीच में 10वां दिन पेंटेकोस्त के दिन प्रभु की आत्मा उनके बीच में उतर आया. 120 യന്ത്രങ്ങളായി അത് തീരുവാനിടയായി. हालेलुया, 120 यंत्र बनकर, उपकरण बनकर वो लोग प्रभु के नाम के लिए बदल गया. ആമേൻ. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. हालेलुया, धरती की नींव को हिलाने की तरह उनके द्वारा प्रभु की काम वहां प्रकट हो गया. ചിലരൊക്കെ പറഞ്ഞു ഇവർ മത്ത് പിടിച്ചവരാണ്. हालेलुया, कुछ लोगों ने उनके विरुद्ध कहा ये लोग शराब में की नशा में है बोला. എന്നാൽ പത്രോസ് ആമേൻ നരിയാണികൾ ഉറച്ച് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഞങ്ങൾ മത്ത് പിടിച്ചവരല്ല. हालेलुया, पत्रोस उनके बीच में हालेलुया 11 लोगों के साथ खड़ा होकर बोला, तुम लोग जैसे सोचता है उसी जैसे हम लोग मधुपन पाया हुआ लोग नहीं हैं. ആമേൻ. ഞങ്ങളുടെ നടുവിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. हमारे बीच में पवित्र आत्मा उतर आया है. അന്ന് ദൈവസഭയുടെ പവർ ഹൗസ് അന്ന് അവിടെ പുറപ്പെടുവാനിടയായി. हालेलुया, उसी दिन परमेश्वर की कलीसिया का पावर हाउस सामर्थ्य केंद्र वहां से उत्पन्न हुआ. ആ പവർ ഹൗസിലെ ഒന്നാമത്തെ പ്രസംഗത്തിൽ 3000 എണ്ണം സ്നാനപ്പെട്ടു. उसी हालेलुया सामर्थ्य केंद्र का हालेलुया पहला प्रचार के अंदर 3000 से अधिक लोग हालेलुया प्रभु यीशु मसीह को ग्रहण किया. ആ പവർ ഹൗസിൽ നിന്ന് പുറപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ രണ്ടാം പ്രസംഗത്തിൽ 5000 പേര് രക്ഷിക്കപ്പെട്ടു. हालेलुया, उसी सामर्थ्य केंद्र पावर हाउस का शक्ति का द्वारा जो दूसरी प्रचार जो पत्रोस के द्वारा हुआ था 5000 से अधिक लोग हालेलुया प्रभु को ग्रहण किया. 3-ാം അധ്യായത്തിൽ ആ പവർ ഹൗസിൽ നിന്നും ശക്തി പുറപ്പെട്ട് പിറവിയിലെ മുടന്തനായ ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റു. हालेलुया, तीसरी बात हम वचन के अंदर हालेलुया देखता है, हालेलुया जन्मना हालेलुया लंगड़ेपन एक व्यक्ति हालेलुया पत्रोस और यूहन्ना याकूब का हालेलुया शब्दों के द्वारा हालेलुया खड़ा हो गया. 4-ാം അധ്യായത്തിൽ അവർ ഇരുന്ന സ്ഥലം കൂടെ കുലുങ്ങാൻ തുടങ്ങി. ഈ പവർ ഹൗസിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. चौथा बात उदार हुआ है, वो लोग जहां इकट्ठे हुए थे वहां उन जगह को हिलाने लगा. 5-ാം അധ്യായത്തിൽ ഈ പവർ ഹൗസിൽ നിന്ന് ശക്തി കൂടി 2 പേര് കരണ്ടടിച്ച് ചത്തുപോയി. हालेलुया, वहां देख सकता है इसकी सामर्थ्य के द्वारा आमीन. 2 लोग जो प्रभु के विरुद्ध कार्य किए थे वो लोग वहां खत्म हो गए थे. പരിശുദ്ധാത്മാവിന്റെ മുമ്പാകെ മര്യാദയായിട്ട് നടക്കണം. पवित्र आत्मा के सामने बड़े हालेलुया सही रीति से मर्यादा के साथ चलना जरूरी है. ഞാൻ നിർത്തട്ടെ. ദൈവത്തിന്റെ സഭയായ തെസലോനിക്ക സഭ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സഭയായിരുന്നു. प्रभु की कलीसिया तेसलोनिकी कलीसिया पवित्र आत्मा को पाया हुआ कलीसिया था. 6-ാം വാക്യം വീണ്ടും ഞാൻ വായിക്കുന്നു, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഈ സഭയുടെ അടുത്ത ഗുണം എന്തെന്ന് ചോദിച്ചാൽ ആ 5-ാമത്തെ ഗുണം അവർ വചനം കൈക്കൊള്ളുന്നവരായിരുന്നു. हालेलुया, इसका 5वां गुण यही है, ये लोग वचन को एकदम मानने वाला लोग थे. ഈ ദിവസങ്ങളിൽ ലഗാത്ത നിങ്ങളുടെ കർത്തൃദാസന്മാർ ഈ മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കുമ്പോൾ ദൈവവചനം വിവിധ തലങ്ങളിലുള്ള ദൈവദാസന്മാർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വചനം കൈക്കൊള്ളുന്നവരായി തീരുവാനിടയാകട്ടെ. हालेलुया, आजकल जो लगातार ये लॉकडाउन के बीच में हम लोग जब वचन सुनते वक्त हालेलुया हम लगातार वचन को सुनने के टाइम उसको ग्रहण कर उसको अमल कर उस पर चलने वाला होने के लिए हम प्रार्थना करते हैं. 6-ാം വാക്യം അവസാനത്തെ ഭാഗത്ത് വായിക്കുന്നു, വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ തെസലോനിക്ക സഭയുടെ 6-ാമത്തെ ഗുണം കർത്താവിനെ അനുകരിക്കുന്നവരായിരുന്നു. हालेलुया, इनका 6वां गुण यही था, ये लोग परमेश्वर और हालेलुया प्रभु का दासों को हालेलुया अनुकरण करने वाला था, उनकी चाल चलन के अनुसार चलने वाला लोग थे. സ്നേഹിതരെ, മനുഷ്യരെ അനുകരിക്കേണ്ട, വിശ്വാസ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ അനുകരിപ്പാനിടയാകട്ടെ. हालेलुया, आज मैं आपको बताना चाहता हूं, आप कभी भी मनुष्यों को अनुकरण ना करो, विश्वास का हालेलुया नायक हमारा प्रभु यीशु मसीह की अनुकरण कीजिए. അവസാനത്തേതും 7-ാമത്തേതുമായ ഗുണം ഇവിടെ 7-ാം വാക്യത്തിൽ കാണാം. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. उसका 7वां गुण यही है कि हम तक की मकदूनिया और अखया के सब विश्वासियों के लिए तुम आदर्श बन गए.
മാതൃകയുള്ളവരായി നമുക്ക് തീരാം. हालेलुया, दूसरे का आदर्श होना है, हालेलुया, दूसरे के लिए नमूना होना जरूरी है. ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ, അതിരും വരമ്പുമില്ലാതെ, ഒരു മാതൃകയുമില്ലാതെ അനവധി സഭകൾ ദേശത്തുള്ളതിനേക്കാൾ മാതൃകയുള്ള ഒരു ദൈവസഭയായി നമുക്ക് മാറാം. हालेलुया, हम एक नमूना वाला लोग, प्रभु के लिए एक अच्छे गवाही वाला लोग होना चाहिए. क्या दो कि हम लोगों को दूसरे लोग प्रभु की नाम में चलने की वजह से कोई गलत उंगली ना करने पाए. മാതൃകയോടെ ജീവിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മെ ഒരുക്കട്ടെ. हालेलुया, एक अच्छे गवाही की तरह चलने के लिए प्रभु की वचन हमको शिक्षा देने पाए. ഒന്ന്, ശക്തിശാലിയായ സഭ. पहला वो सामर्थ्य वाला सभा था. രണ്ട്, തെരഞ്ഞെടുക്കപ്പെട്ട സഭ. दूसरा है चुने हुए सभा. മൂന്ന്, കഷ്ടം സഹിച്ച സഭ. हालेलुया, क्लेश को पाया हुआ, सहना हुआ सभा. നാല്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സഭ. चार है पवित्र आत्मा को पाया हुआ सभा. അഞ്ച്, വചനം കൈക്കൊണ്ട സഭ. पांच है वचन को हालेलुया मानने वाला कलीसिया. ആറ്, കർത്താവിനെ അനുകരിച്ച സഭ. हालेलुया, छठवां बात है प्रभु यीशु मसीह की अनुकरण करने वाला लोग. ഏഴ്, മാതൃകയുള്ള സഭ. हालेलुया, सातवां वचन है हालेलुया नमूने वाला, दूसरे के लिए अच्छे गवाही वाला कलीसिया. ദൈവവചനം കേട്ട ദൈവമക്കളെ, നമുക്ക് നാളുകളിൽ കർത്താവിന് വേണ്ടി ശോഭിക്കപ്പെടേണ്ടതിന് മാതൃകയോടെ ജീവിക്കാം. मैं आपको आज चेतावनी देता हूँ, वचन के द्वारा उपदेश देता हूँ. ये वचन आपके जीवन में प्रभु के लिए शोभामय होने कर, गवाही बनकर जीने के लिए प्रभु आपको दया करने पाए. എന്നും അവന്റെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കാം. हमेशा प्रभु के चरणों में पवित्र बनकर जीने पाए. ഞാനും നിങ്ങൾ സേവിക്കുന്ന യേശു ക്രിസ്തു വരാറായി. हम और आप से उपासना करने वाला हमारा प्रभु यीशु मसीह बादलों में बहुत जल्दी आने वाला है. നമ്മുടെ കർത്താവിന്റെ കാഹളധ്വനി കേൾക്കാറായി. हमारा प्रभु यीशु मसीह को आने का तुरही भूकने वाला है. കോവിഡ് വരട്ടെ, കൊറോണ വരട്ടെ, ഭൂമിയിൽ എന്തും വരട്ടെ, കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. कोरोना हो या कोई भी महामारी हो, कुछ भी हो, हमारे यीशु मसीह की पुनरागमन के लिए अब अपने आप को तैयार करे. ഈ അവസരം എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസന് പ്രിയപ്പെട്ടവർക്ക് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. God bless you all. Good night. Amen. Thank you, Pastor जी. हालेलुया, ये अवसर मुझे मिला, इसलिए मैं प्रभु को और आप लोगों को धन्यवाद करता हूँ. परमेश्वर आपको सबको आशीष देने पाए. आमीन. थैंक यू पास्टर जी, हमारे बीच में आकर और इस श्रेष्ठ वचनों को जो हमारी इस समय पर प्रभु की वचनों के साथ हम चलने के लिए आपने जो शिक्षा दिया, प्रभु आपको बहुत ऐसे आशीष दे. आपकी सेवकाई के लिए, परिवार के लिए, बच्चों के लिए हम लोग प्रार्थना करते हैं. प्रभु की दया आपके साथ हो. थैंक यू सर. थैंक यू. Praise the Lord.
सर्वशक्तिमान पिता परमेश्वर, हम रजिचा को पास्टर जी के लिए हम प्रार्थना करते आज हमारे बीच में आकर पिताजी, इतना बिजी लाइफ के बीच में पिताजी ये वचन को बांटने के लिए पिताजी आपने हमको दिए उस उपदेश के लिए वचन के थिस्सलुनीके कलीसिया को पिताजी जो आप याद दिला रहा पिताजी, उसको हम भी याद कर कर हमारी जीवन पिताजी आपके आगमन के लिए, आपके पुनरागमन के लिए अपने आप को तैयार करके पवित्र जीवन जीने के लिए हम एक एक को सहायता कर। आपके दास के लिए हम प्रार्थना करते, दासी के लिए प्रार्थना करते, दोनों बच्चों के लिए हम प्रार्थना करते, पिता पुत्र और पवित्र आत्मा के नाम उस परिवार को आशीष देते, उनको दिया सेवकाई के लिए धन्यवाद पिताजी। महामारी के सामने पिताजी इतना पहले हुए लोगों के बीच पिताजी आपके दास को, दासी के बच्चों को अभी तक संभाला पिताजी, आगे भी आपकी दया मांगते, करुणा मांगते पिताजी, अद्भुत रीति से संभालिए पिताजी। बेटी के विवाह के लिए प्रार्थना कर रहे पिताजी, जो भी आपके दास के द्वारा कार्य कर रहा पिता, उसमें उन्नतियां हो, जरूरतों को पूरे कीजिए पिताजी। महिमा इज्जत प्रशंसा जलाल गौरव आपको मिले, यीशु मसीह की पवित्र नाम मांगते, आमीन आमीन आमीन। थैंक यू पास्टर जी, थैंक यू।